മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും എങ്ങനെയൊക്കെയാണ് പുറം ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, പുറം ലോകവുമായി വസ്തുക്കൾ കൈമാറുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചിത്രം ശ്രദ്ധിച്ചോട്ടോ. കോശസ്തരം കാണാം, സെൽ മെംബ്രെയിൻ. അവർ വേറൊരു പേരാണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ. നമ്മുടെ കോശത്തിന് ചുറ്റും ഒരു പുതപ്പ് പോലുള്ള ആവരണമുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോശസ്തരം. അല്ല, ഇതിനെ പ്ലാസ്മ സ്തരം എന്ന് വിളിക്കുന്നു. ഇത് വെറുതെ ഒരു ആവരണം മാത്രമല്ല കേട്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തിരഞ്ഞെടുത്തു കടത്തിവിടുന്ന സ്ഥലമാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതായത് എല്ലാവരെയും ഇത് അകത്തേക്ക് കയറ്റിവിടില്ല. കോശത്തിന് ആവശ്യമുള്ളവരെ മാത്രം നോക്കി അകത്തേക്ക് കയറ്റിവിടുകയും വേണ്ടാത്തവരെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു കതക് പോലെയാണ് ആര്? നമ്മുടെ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, പദാർത്ഥങ്ങൾ എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് നോക്കാം നമുക്ക് അടുത്തതായിട്ട്. കോശസ്തരത്തിലൂടെ പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നത് പ്രധാനമായി 4 രീതികളിലാണ്. ഒന്നാമത്തതാണ് ഏത്? ഓസ്മോസിസ്. ചിത്രം ശ്രദ്ധിക്കൂ. ജലതന്മാത്രകൾ കൂടുതൽ ഉള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധതാര സ്തരത്തിലൂടെ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഉണക്കമുന്തിരി വെള്ളത്തിലിടുമ്പോൾ അത് വീർക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്താണ്? ഓസ്മോസിസ് കാരണമാണ്. ഇനി എന്താണ് ഡിഫ്യൂഷൻ നോക്കാം. വാതക തന്മാത്രകൾ, ഉദാഹരണത്തിന് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തനിയെ വ്യാപിക്കുന്ന രീതിയാണ് ഏത്? നമ്മുടെ ഡിഫ്യൂഷൻ. ഇതിന് പുറമേ നിന്നുള്ള എന്തുമില്ല, ആവശ്യമില്ല, ഊർജം ആവശ്യമില്ല. ഇനി മൂന്നാമത്തതാണ് ഏത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ചില പദാർത്ഥങ്ങൾക്ക് കോശസ്തരത്തിലൂടെ തനിയെ കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ സ്തരത്തിലുള്ള ചില വാഹക പ്രോട്ടീനുകൾ, കാരിയർ പ്രോട്ടീൻസ് അവരെ സഹായിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതും ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഇനി എന്താണ്? നാലാമത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ചിലപ്പോൾ പദാർത്ഥങ്ങൾക്ക് ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും ഗാഢത കൂടിയ ഭാഗത്തേക്ക് പോകേണ്ടി വരും. ഇതൊരു കയറ്റം കയറുന്നത് പോലെയാണ്. ഇതിന് എന്ത് വേണം? ഊർജം ആവശ്യമാണ്. ഓക്കെ, കാരിയർ പ്രോട്ടീനുകൾ ഊർജം ഉപയോഗിച്ച് പദാർത്ഥങ്ങളെ പമ്പ് ചെയ്യുന്ന രീതിയാണിത്. ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലൊരു പട്ടികയുണ്ട്, അത് പൂരിപ്പിക്കാം. തന്മാത്രകളുടെ ഒഴുക്കിന്റെ സ്വഭാവവും പ്രക്രിയയുടെ പേരും. ഓക്കെ, ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഉള്ള ഭാഗത്തേക്ക് പോകുന്നത് ഏതാണ് പ്രക്രിയയുടെ പേര്? ഡിഫ്യൂഷൻ ആവാം, ഓസ്മോസിസും. ഇനി ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് പോകുന്നത് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ജലത്തിന് മാത്രം ബാധകം ഏതാണ്? ഓസ്മോസിസ്. ഊർജം വേണ്ടത് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഊർജം വേണ്ടാത്തത് ഏതാണ്? ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോസിസ്. ഡിഫ്യൂഷനിൽ ഊർജം വേണ്ട, അതുപോലെ ഓസ്മോസിസിന് ഊർജം വേണ്ട. വാഹക പ്രോട്ടീൻ വേണ്ടാത്തത്, കാരിയർ പ്രോട്ടീൻ ആവശ്യമില്ലാത്തത് ഏതാണ്? ഡിഫ്യൂഷനും ഓസ്മോസിസിനും എന്ത് വേണ്ട? കാരിയർ പ്രോട്ടീന് വേണ്ട. ഇനി വാഹക പ്രോട്ടീൻ ആവശ്യമുള്ളത്, കാരിയർ പ്രോട്ടീൻ ആവശ്യമുള്ളത് ആയിരിക്കൊക്കെയാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്ത് വേണം? കാരിയർ പ്രോട്ടീൻ വേണം. ഓക്കെ അല്ലേ? ഇത്രയാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ കോശം ജീവനോടെ ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന പ്രക്രിയകൾ കൃത്യമായി മനസ്സിലാക്കണം, നടക്കണം. ഓക്കെ, ഇത്രയും മനസ്സിലായോ?